Dear students, in the last few classes we studied about data communication, components of data communication, different types of connections. Now we will study about transmission medium. In the introductory classes I have already told you that there are some components which are very essential for data communication to take place. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ 5 പ്രധാനപ്പെട്ട കമ്പോണൻസ് പഠിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആണ് ട്രാൻസ്മിഷൻ മീഡിയ. നിങ്ങൾ കണ്ടു, എ ട്രാൻസ്മിഷൻ മീഡിയം ക്യാൻ ബി ബ്രോഡ്ലി ഡിഫൈൻഡ് ആസ് എനിത്തിങ് ദാറ്റ് ക്യാരി ഇൻഫർമേഷൻ ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. ഒരു സെൻഡർ മെഷീനിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷൻ മെഷീനിലേക്ക് ഡാറ്റ സഞ്ചരിക്കണമെങ്കിൽ അത് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ട്രാൻസ്മിഷൻ മീഡിയം ആവശ്യമുണ്ട്. ട്രാൻസ്മിഷൻ മീഡിയത്തിൻ്റെ അഭാവത്തിൽ ഒരു കാരണവശാലും ഇൻഫർമേഷൻ, അത് സിഗ്നലിൻ്റെ രൂപത്തിലാണ് പലപ്പോഴും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സിഗ്നലിൻ്റെ രൂപത്തിലുള്ള ഈ ഇൻഫർമേഷൻ സഞ്ചരിച്ച് ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിൽ കൂടിയാണ്. സോ എനിത്തിങ് ദാറ്റ് ക്യാരീസ് ഇൻഫർമേഷൻ ഫ്രം എ സോഴ്സ് മെഷീൻ ടു എ ഡെസ്റ്റിനേഷൻ മെഷീൻ ഈസ് കോൾഡ് എ ട്രാൻസ്മിഷൻ മീഡിയം. അതിൻ്റെ പ്ലൂറലാണ് ട്രാൻസ്മിഷൻ മീഡിയ. Now in this diagram you can see a sender and a receiver. Left സൈഡിൽ സെൻഡർ മെഷീനെ സിംബോളിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു, റൈറ്റ് സൈഡിൽ റിസീവറിനെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൽ സെൻഡർ മെഷീൻ്റെ ഏറ്റവും ലോവർ മോസ്റ്റ് പോർഷൻ സിഗ്നലിൻ്റെ രൂപത്തിൽ ഡാറ്റ അയക്കുന്നതിനെ ഫിസിക്കൽ ലെയർ എന്നാണ് പറയുന്നത്. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ ലാസ്റ്റ് ഭാഗത്തിൽ. അപ്പോൾ ഒരു സെൻഡിങ് മെഷീൻ്റെ ആ ഒരു പോർട്ടിൽ നിന്ന് നമ്മൾ കേബിൾ കണക്ട് ചെയ്ത് സിഗ്നൽസ് അതിലേക്ക് സഞ്ചരിച്ച് തുടങ്ങും. ഓക്കെ, കമ്പ്യൂട്ടറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സിഗ്നൽസ് ഈ പറയുന്ന ഫിസിക്കൽ ലെയർ എന്ന് പറയുന്ന ഒരു ലെയറിൽ കൂടിയാണ് സിഗ്നലിൻ്റെ രൂപം പ്രാപിക്കുന്നത്. ഈ സിഗ്നലിൻ്റെ രൂപം പ്രാപിച്ച് സിഗ്നലായി മാറുന്നത് കേബിൾ വഴിയോ അല്ലെങ്കിൽ കേബിൾ ഇല്ലാതെയോ ഔട്ട്സൈഡ് വേൾഡിലേക്ക് സഞ്ചരിക്കാൻ പോവുകയാണ് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ ഫ്രം എ സെൻഡിങ് മെഷീൻ ദ ഫിസിക്കൽ ലെയർ ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ആൻഡ് ദിസ് സിഗ്നൽ വിൽ എൻ്റർ ഇൻ ടു ദ ട്രാൻസ്മിഷൻ മീഡിയ. അപ്പോൾ ആ കമ്പ്യൂട്ടറിൻ്റെ പോർട്ടിൽ നിന്ന് പുറത്തേക്ക് സിഗ്നൽ എങ്ങോട്ടാണ് പ്രവേശിക്കുന്നത്? ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ആ ട്രാൻസ്മിഷൻ മീഡിയത്തിനകത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സിംബോളിക് ആയിട്ട് അതൊരു കേബിൾ ആയാലും എയർ ആയാലും, അതായത് ഫിസിക്കൽ മീഡിയയും ആകാം അൺഗൈഡഡ് മീഡിയയും ആകാം, വയേർഡ് കേബിളും ആകാം വയർലെസ്സും ആകാമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ വയേർഡ് ആയാലും വയർലെസ് ആയാലും ഈ ഡാറ്റ സിഗ്നലിൻ്റെ രൂപം പ്രാപിക്കും. ഓക്കെ, ആ സിഗ്നലിൻ്റെ രൂപം കൂടുതലും ഡിജിറ്റൽ സിഗ്നലിൻ്റെ രൂപമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സിംബോളിക് ആയിട്ട് ട്രാൻസ്മിഷൻ മീഡിയയ്ക്ക് അകത്തുകൂടി സിഗ്നൽസ് വിച്ച് ക്യാരി ഡാറ്റ പോകുന്നു എന്നാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ട്രാൻസ്മിഷൻ മീഡിയ കൂടെ സഞ്ചരിച്ച് ഇത് ഡെസ്റ്റിനേഷൻ വരെ ട്രാൻസ്മിഷൻ മീഡിയ കൊണ്ടുപോയി ഡെസ്റ്റിനേഷൻ മെഷീനിലെ ഫിസിക്കൽ ലെയർ ആണ് ഈ സിഗ്നൽസിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഡെസ്റ്റിനേഷൻ മെഷീനിലെ പോർട്ടിലേക്ക് എത്തുന്ന കേബിളിൽ കൂടി വരുന്ന ഈ സിഗ്നൽസ് സീറോസ് ആൻഡ് വൺസ് ആയിട്ട് മാറ്റപ്പെടും. ഓക്കെ, അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് അഥവാ ചാനലാണ് ട്രാൻസ്മിഷൻ മീഡിയ. ഓക്കെ, നൗ ഹൗ വിൽ യു ക്ലാസിഫൈ ട്രാൻസ്മിഷൻ മീഡിയ? ഇപ്പോൾ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷന് വേണ്ടി ട്രാൻസ്മിഷൻ മീഡിയ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റ് പല കമ്പ്യൂട്ടിംഗ് ഡിവൈസസും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ മീഡിയയുടെ സഹായത്തോടു കൂടിയാണ്. സോ വി ക്യാൻ ക്ലാസിഫൈ ട്രാൻസ്മിഷൻ മീഡിയ ഇൻറ്റു 2 മേജർ കാറ്റഗറി. ട്രാൻസ്മിഷൻ മീഡിയയെ 2 മേജർ കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. വി കോൾ ഇറ്റ് ആസ് ഗൈഡഡ് ഓർ വയേർഡ് മീഡിയ. ഗൈഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാനൊക്കും ആ ലിങ്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. സെൻഡിങ് മെഷീനിൽ നിന്ന് ഡെസ്റ്റിനേഷൻ മെഷീനിലേക്ക് സഞ്ചരിക്കുന്ന ആ കേബിൾ രൂപത്തിലുള്ള അല്ലെങ്കിൽ വയറിൻ്റെ രൂപത്തിലുള്ള ട്രാൻസ്മിഷൻ മീഡിയയെ നമുക്ക് കാണാനൊക്കും. അതിനെ ഫിസിക്കൽ മീഡിയ എന്ന് നമുക്ക് പറയാം. അൺഗൈഡഡ് മീഡിയ ഈസ് ദ സെക്കൻഡ് കാറ്റഗറി. അൺഗൈഡഡ് എന്ന് പറഞ്ഞാൽ വയർലെസ്, നമുക്ക് കാണാൻ ഒക്കത്തില്ല. ഇപ്പം മൊബൈലിൽ നിന്ന് ഡാറ്റ മറ്റൊരു മൊബൈലിലേക്ക് നിങ്ങൾക്ക് അയക്കാനൊക്കും ബ്ലൂടൂത്ത് വഴി. അപ്പം ബ്ലൂടൂത്ത് സിഗ്നലായിട്ടാണ് അത് മാറുന്നത്. പക്ഷേ കമ്പ്യൂട്ടർ മൊബൈലിൽ നിന്ന് ഈ സിഗ്നൽസ് സഞ്ചരിക്കുന്ന പാത്ത് നമുക്ക് അദൃശ്യമാണ്. അതാണ് വയർലെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ വയേർഡ് ആയിട്ടും നടത്താം വയർലെസ് ആയിട്ടും നടത്താം. ഒന്നാമത്തേനെ വയേർഡ് മീഡിയ എന്നും രണ്ടാമത്തേനെ വയർലെസ് മീഡിയ എന്നും നമുക്ക് വിളിക്കാം. നൗ സോ ട്രാൻസ്മിഷൻ മീഡിയ ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു 2: wired media or guided, wireless media or unguided.
Now, guided or wired media is again classified into three major categories. നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ 3 പ്രധാനപ്പെട്ട ഗൈഡഡ് ട്രാൻസ്മിഷൻ മീഡിയ ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ട്വിസ്റ്റഡ് പെയർ കേബിൾ, 2 കൊയാക്സിയൽ കേബിൾ, 3 ഫൈബർ ഒപ്റ്റിക് കേബിൾ. ഏതൊക്കെയാണ്? ട്വിസ്റ്റഡ് പെയർ അഥവാ TP, കൊയാക്സിയൽ കേബിൾ അഥവാ കൊയാക്സ്, ഫൈബർ ഒപ്റ്റിക് കേബിൾ. ഇത് മൂന്നുമാണ് നിങ്ങൾക്ക് ഗൈഡഡ് മീഡിയ, അതായത് വയേർഡ് മീഡിയ ആയിട്ട് പഠിക്കാനുള്ളത്. അൺഗൈഡഡ് മീഡിയ ആയിട്ട് നമുക്ക് ഫ്രീ സ്പേസിൽ കൂടി പോകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്, അതായത് മൈക്രോവേവ്സ്, സാറ്റലൈറ്റ് വേവ്സ്, റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ് ഡാറ്റയെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നത്. അത് ഫ്രീ സ്പേസിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അൺഗൈഡഡ് ഓർ വയർലെസ് മീഡിയ ക്യാരി ഡാറ്റ ത്രൂ ഫ്രീ സ്പേസ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ഗൈഡഡ് മീഡിയ ഇൻ ഡീറ്റെയിൽ? A signal traveling along any of these media is directed and contained by physical limits of the medium. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഗൈഡഡ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മീഡിയം വിച്ച് ക്യാരീസ് സിഗ്നൽസ് ആൻഡ് ദീസ് സിഗ്നൽസ് വൈൽ ട്രാവലിംഗ് അലോങ് ദീസ് മീഡിയ ഈസ് ഡയറക്റ്റഡ് അലോങ് എ പർട്ടിക്കുലർ പാത്ത്. വയർ പോകുന്ന വഴിയിൽ കൂടി മാത്രം സഞ്ചരിക്കുന്നതാണ് സിഗ്നൽ. ഒരു വയറിൽ കൂടി പോകുന്ന സിഗ്നൽസിനെ സംബന്ധിച്ചിടത്തോളം അത് ഡയറക്റ്റഡ് സിഗ്നൽസ് എന്ന് പറയാം. അതിനൊരു ഡയറക്ഷൻ ഉണ്ട് ഏത് വഴി പോകണമെന്നുള്ളത്. അതുപോലെ തന്നെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ട്രാൻസ്മിഷൻ മീഡിയയ്ക്കകത്ത് അവൈലബിൾ ആകുന്ന ബാൻഡ് വിഡ്ത്തും അതിൻ്റെ ബൗണ്ടറിക്കകത്തൂടാണ് ഈ സിഗ്നൽസ് പോകുന്നത്. അല്ലാതെ വ്യാപിച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് നമ്മുടെ ഫ്രീ സ്പേസിൻ്റെ കണക്ക് അനന്തമായി നിൽക്കുന്ന അൺലിമിറ്റ് ആയിട്ടുള്ള സ്പേസ് വഴിയല്ല സഞ്ചരിക്കുന്നത്. So we will say that guided media is directed and contained by physical limits. 3 major examples are there to study. First one is twisted pair cable, second one is coaxial cable, third one is fiber optic cable. അപ്പോൾ twisted pair cable, coaxial cable, fiber optic cable detailed ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. Now, out of which twisted pair and coaxial cables use metallic അഥവാ copper conductors that accept and transport signals in the form of electric current. അപ്പോൾ ഇലക്ട്രിക് സിഗ്നൽസിൻ്റെ രൂപത്തിലായിരിക്കും ഈ ട്വിസ്റ്റഡ് പെയർ കേബിളും കൊയാക്സിയൽ കേബിളും ഈ പറയുന്ന ഡാറ്റയെ കൊണ്ടുപോകുന്നത് വോൾട്ടേജസ് ആയിട്ട്. ഓക്കെ, ഇലക്ട്രിക് വോൾട്ടേജസിൻ്റെ വേരിയേഷൻസ് ആയിട്ടാണ് ട്വിസ്റ്റഡ് പെയർ കേബിളും കൊയാക്സിയൽ കേബിളും ഡാറ്റയെ കൊണ്ടുപോകുന്നത്. അതിന് മെറ്റാലിക് കണ്ടക്ടറാണ് ഈ കേബിളിനകത്തൂടെ പോകുന്നത്. മെയിൻലി കോപ്പർ ആയിരിക്കും അതിനകത്ത് ഉപയോഗിക്കുന്നത്. ആൻഡ് ദേ ട്രാൻസ്പോർട്ട് സിഗ്നൽസ് ത്രൂ ദീസ് കോപ്പർ കണ്ടക്ടർ. എന്നാൽ ഒപ്റ്റിക്കൽ ഫൈബർ 3 പഠിച്ചതിനകത്ത് മൂന്നാമത്തതാണ് ഒപ്റ്റിക്കൽ ഫൈബർ അഥവാ ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയും. ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് എ കേബിൾ ദാറ്റ് അക്സെപ്റ്റ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് സിഗ്നൽസ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. ഇലക്ട്രിക് സിഗ്നൽസിൻ്റെ രൂപത്തിലല്ല, മറിച്ച് ലൈറ്റിൻ്റെ ഒരു രൂപത്തിലാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പം ലൈറ്റിൻ്റെ രൂപത്തിലാണ് നമുക്ക് ഈ കേബിളിനകത്തൂടെ, അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനകത്തൂടെ എ ഫോം ഓഫ് ലൈറ്റ്, ലേസറിൻ്റെ ചെറിയ ഇൻറ്റൻസിറ്റി ഉള്ള ഒരു ലൈറ്റ് ബീമാണ് ഈ ഡാറ്റ സിഗ്നൽസിനെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അങ്ങനെ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് എ ഗൈഡഡ് മീഡിയ ദാറ്റ് അക്സെപ്റ്റ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് സിഗ്നൽസ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. ഓക്കെ, now we will study in detail about twisted pair cable. അപ്പോൾ ഗൈഡഡ് മീഡിയയിലെ 3 എണ്ണത്തിലെ ഒന്നാമത്തതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്, ട്വിസ്റ്റഡ് പെയർ കേബിൾ. A twisted pair consists of 2 conductors, normally copper, each with its own plastic insulation twisted together as shown in figure. നിങ്ങൾ ഈ പടം ഒന്ന് നോക്കിയേ. ഈ സ്ലൈഡിനകത്ത് കാണിച്ചിരിക്കുന്നത് പോലെ 2 കേബിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. ആ കേബിൾസിനകത്ത് കണ്ടക്ടറായിട്ട് കാണിച്ചിരിക്കുന്ന ആ നടുക്കുള്ളത് കോപ്പറാണ്. ഓക്കെ, അതിന് ചുറ്റും ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ 2 വയറും തമ്മിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടുന്ന ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ്, പ്ലാസ്റ്റിക് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. വളരെ തിന്നാണ്. നിങ്ങളുടെ ലാബിൽ നമ്മൾ ചെന്നിട്ട് ലാബിലെ ആ PVC പൈപ്പിൻ്റെ കളറിലുള്ള ഒരു കേബിൾ കാണാം. അതിനകത്തൂടാണ് ഈ ട്വിസ്റ്റഡ് പെയേഴ്സ് ഉള്ളത്. ഓക്കെ, നിങ്ങൾ ലാബിൽ വരുമ്പോൾ ഞാനത് കാണിച്ചു തരാം. ഈ ട്വിസ്റ്റഡ് പെയർ ആ കേബിൾ നോക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ ഒക്കത്തില്ല, ഇലക്ട്രിക് കേബിൾ പോലെ കാണാൻ ഒക്കത്തില്ല. പകരം ഒരു PVC കോട്ടിംഗ് ഉള്ള ഒരു ട്യൂബിനകത്തൂടാണ് ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് പോകുന്നത്. ആ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആണ് നമ്മളുടെ ലാബിൽ ഈ പറയുന്ന കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത്. സോ എ ട്വിസ്റ്റഡ് പെയർ കൺസിസ്റ്റ് ഓഫ് 2 conductors,
നോർമലി കോപ്പർ വിത്ത് ഇറ്റ്സ് ഓൺ പ്ലാസ്റ്റിക് ഇൻസുലേഷൻ. ഓരോന്നിനും അതിൻ്റെതായ ഇൻസുലേഷൻ ഉണ്ട്. ഓക്കെ, അത് ട്വിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ട്വിസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, നമ്മുടെ ഇലക്ട്രിക് വയർ ട്വിസ്റ്റ് ചെയ്യുന്നതാണ്. അതിനൊരു റീസൺ ഉണ്ട്. One of the wires is used to carry signals to the receiver and the other is used only as a ground reference. അപ്പോൾ രണ്ട് കേബിളിൽ ഒന്ന് ഒരു റെഫറൻസ് സിഗ്നലാണ്, മറ്റതിനകത്താണ് വേരിയേഷൻ. ഈ ഗ്രൗണ്ട് സിഗ്നൽ എന്ന് പറയുന്ന ഗ്രൗണ്ട് റെഫറൻസും ഈ കേബിളിൽ കൂടി പോകുന്ന സിഗ്നലിൻ്റെയും വ്യതിചലനം മനസ്സിലാക്കിയിട്ടാണ് 0 ആണോ 1 ആണോ എന്ന് ഡെസ്റ്റിനേഷൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വൺ കേബിൾ ഈസ് എ ഗ്രൗണ്ട് റെഫറൻസ് സിഗ്നൽ ആൻഡ് ദ അതർ കേബിൾ കണ്ടെയ്ൻസ് വേരിയേഷൻ ഇൻ ദ വോൾട്ടേജ്. അത് രണ്ട് പ്രധാനപ്പെട്ട വോൾട്ടേജിലായിരിക്കും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് +5 വോൾട്ട് അല്ലെങ്കിൽ 0 വോൾട്ട്. ഇപ്പോൾ 0 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0നെ റെപ്രസെൻറ്റ് ചെയ്യാം. +5 വോൾട്ട് ആണെങ്കിൽ 1. അപ്പോൾ 0യും ഈ +5ഉം തമ്മിൽ ഇപ്പോൾ +5 അങ്ങനെ ബിറ്റ് പീരീഡ് ടൈം ഉണ്ട്. ഒരു ബിറ്റിന് സഞ്ചരിക്കാൻ വേണ്ടുന്ന ഒരു സമയ പീരീഡ് ഉണ്ട്. അത്രയും സമയം നേരം ഈ പറയുന്ന +5 നിലനിൽക്കുകയാണെങ്കിൽ ഡെസ്റ്റിനേഷൻ 1 എന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്യും. വീണ്ടും അടുത്ത ബിറ്റ് പീരീഡ് ടൈമിൽ ഈ കേബിൾ എൻഡിൽ എത്തുന്ന സിഗ്നൽസിനെ ഒബ്സർവ് ചെയ്യും. ഓക്കെ, ഈ രണ്ട് കേബിളിലെ ആ വേരിയേഷൻ വരുന്ന കേബിളിനകത്ത് +5 വോൾട്ടേജ് സെൻസ് ചെയ്യുകയാണെങ്കിൽ 1 പിന്നെ ഇൻ്റർപ്രിറ്റ് ചെയ്യും. ഇനി അടുത്ത ബിറ്റ് പീരീഡ് സമയം ഒന്നുകൂടെ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ 0 വോൾട്ടേജ് ആണ് കേബിളിൽ എങ്കിൽ അത് 0 എന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്യും. അടുത്ത ബിറ്റ് പീരീഡിൽ വീണ്ടും നോക്കുമ്പോൾ 0 വോൾട്ടേജ് ആണെങ്കിൽ 0 എന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്യും. അടുത്തതിൽ 5 ആണ് ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ 1 എന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ സിഗ്നലിൽ നിന്ന് 0, 1 എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ മെഷീൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദ റിസീവർ യൂസസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു. ഈ രണ്ട് ഗ്രൗണ്ട് റെഫറൻസിൽ ഇപ്പോൾ ഞാനിപ്പം ഗ്രൗണ്ട് റെഫറൻസ് ചിലപ്പോൾ 0 ആയിരിക്കും, ചിലതിനകത്ത് ഗ്രൗണ്ട് റെഫറൻസ് +2 വോൾട്ടും ഈ ഹയറിനെ കാണിക്കുന്നത് 7.5 ആയിരിക്കും. അതുപോലെ തന്നെ 0യെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 2.5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയും വേരിയേഷൻ വരും. അപ്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഈ വോൾട്ടേജ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും 1നെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു വോൾട്ടേജും 0യെ റെപ്രസെൻ്റ് ചെയ്യാൻ മറ്റൊരു വോൾട്ടേജും ആയിരിക്കും ഈ കേബിളിനകത്ത് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇൻ അഡീഷൻ ടു ദ സിഗ്നൽ സെൻഡ് ബൈ ദ സെൻഡർ, വൺ ഓഫ് ദ വയേഴ്സ് ഇൻ്റർഫിയറൻസ് means noise and crosstalk may affect both wires and create unwanted signals. അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സിഗ്നൽ വെറുതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് സഞ്ചരിച്ചെന്ന് വെച്ചോ സെൻറ്ററിലേക്ക്. ഓക്കെ, അല്ല സെൻറ്റർ റിസീവർ സെൻറ്റർ റിസീവറിലേക്ക് ഡാറ്റ അയക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഒരു കേബിളിലൂടെ പോകുന്ന ഈ വോൾട്ടേജ് മറ്റേ കേബിളിലൂടെ പോകുന്ന വോൾട്ടേജിനെ അഫക്റ്റ് ചെയ്യാൻ ഒക്കും. അത് നമ്മൾ ഫിസിക്സിൽ പഠിച്ച ഒരു പ്രിൻസിപ്പിളാണ്, ഇൻ്റർഫിയറൻസ് എന്ന് അതിന് പറയുന്നത്. അപ്പോൾ ഇൻ്റർഫിയറൻസ് ആൻഡ് ക്രോസ് ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേബിളിനകത്തൂടെ പോകുന്ന ഇലക്ട്രിക് കറണ്ട് തൊട്ട് അടുത്ത് കിടക്കുന്ന ആ കേബിളിനകത്തൂടെ പോകുന്ന ഇലക്ട്രിക് കറണ്ടിൽ മാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ് നടത്താനുള്ള ചാൻസസ് ഉണ്ട്. ക്രോസ് ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം വോൾട്ടേജ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഗാർബിൾഡ് ആയി പോകും വോൾട്ടേജ് വാല്യൂസ്. അതുകൊണ്ടാണ് ഈ ട്വിസ്റ്റിങ് നടത്തുന്നത്. അപ്പോൾ ട്വിസ്റ്റഡ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ട്വിസ്റ്റിങ് വഴി ഈ കേബിളിനകത്തൂടെ ഈ പറയുന്ന സിഗ്നൽ പോകുമ്പോൾ ഈ പറയുന്ന ക്രോസ് ടോക്കും ഇൻ്റർഫിയറൻസും കുറയ്ക്കാനൊക്കും. ട്വിസ്റ്റിൻ്റെ എണ്ണം കൂടും തോറും ഇൻ്റർഫിയറൻസിൻ്റെ ഇഫക്റ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ട്വിസ്റ്റിങ് നടത്തുന്നത്. ഓക്കെ, അതല്ലാതെ നമ്മൾ അടുത്തടുത്ത് പോകുന്നത് തമ്മിൽ നമ്മൾ ഇൻ്റർഫിയറൻസ് വന്നു കഴിഞ്ഞാൽ സിഗ്നലിൻ്റെ വാല്യൂ മാറി ഡെസ്റ്റിനേഷനിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. സോ ട്വിസ്റ്റിംഗ് മേക്സ് ഇറ്റ് പോസിബിൾ ദാറ്റ് ബോത്ത് വയേഴ്സ് ആർ ഈക്വലി അഫക്റ്റഡ് ബൈ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്, നോയ്സ് ആൻഡ് ക്രോസ് ടോക്ക്. അപ്പോൾ ഈ ട്വിസ്റ്റിംഗ് വഴി എന്തെങ്കിലും രീതിയിൽ രണ്ടിനെ അഫക്റ്റ് ചെയ്യുന്ന നോയ്സും ക്രോസ് ടോക്കും ക്യാൻസൽ ചെയ്തു പോകും. അതാണ് ഈ ട്വിസ്റ്റിംഗ് കൊണ്ടുള്ള ഗുണം. ഓക്കെ, ഇപ്പോൾ കേബിൾസ് തമ്മിൽ ട്വിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നോയ്സും ക്രോസ് ടോക്കും വഴി അകത്തൂടെ പോകുന്ന ഡാറ്റ എന്തിനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 0യെയാണോ 1നെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അത് അതേപോലെ തന്നെ റിസീവറിന് ഇൻ്റർപ്രിറ്റ് ചെയ്യാനൊക്കും. അങ്ങനെ ട്വിസ്റ്റിംഗ് റെഡ്യൂസസ് ക്രോസ് ടോക്ക്, ട്വിസ്റ്റിംഗ് റെഡ്യൂസസ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്, ഇറ്റ് റെഡ്യൂസസ് ഇൻ്റർഫിയറൻസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ട്വിസ്റ്റിംഗ് നടത്തുന്നത്. The number of twists per unit length or inch has some effect on the quality of the cable. ഇനി നമ്മളിപ്പം 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ കേബിൾ എടുക്കുക, എന്നിട്ട് അതിനകത്ത് ട്വിസ്റ്റിൻ്റെ എണ്ണം നമ്മൾ തിട്ടപ്പെടുത്തുക. ട്വിസ്റ്റിൻ്റെ എണ്ണം കൂടും തോറും ആ കേബിളിനകത്ത് ഇൻ്റർഫിയറൻസും ക്രോസ് ടോക്കും വരാനുള്ള ചാൻസസ് കുറയും, ക്വാളിറ്റി ഓഫ് ദ കേബിൾ ഇൻക്രീസ് ചെയ്യും.
അപ്പോൾ മാർക്കറ്റിൽ നമ്പർ ഓഫ് ട്വിസ്റ്റ് വേരി ചെയ്യുന്ന പലതരം ട്വിസ്റ്റഡ് പെയർ കേബിൾസ് നിങ്ങൾക്ക് കാണാനൊക്കും. ഓക്കെ, സോ അത് നമ്മൾ എടുക്കുന്നത് നമ്പർ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്താണ്. യൂണിറ്റ് ലെങ്ത് സാധാരണ 1 ഇഞ്ചിൽ എത്ര ട്വിസ്റ്റ് ഉണ്ട് അതാണ് നമ്മൾ നോക്കുന്നത്. 1 ഇഞ്ച് കേബിളിൻ്റെ കഷ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ട്വിസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. ആ രീതിയിലാണ് മാനുഫാക്ചർ ചെയ്ത് പോകുന്നത്. നൗ ട്വിസ്റ്റഡ് പെയറിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ട്വിസ്റ്റഡ് പെയർ ഇരിക്കുന്നത്, എന്താണ് ആ ട്വിസ്റ്റിംഗ് കൊണ്ടുള്ള ഗുണം, ഇതെല്ലാം നിങ്ങളോട് ഡിസ്കസ് ചെയ്തു. നൗ വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. ട്വിസ്റ്റഡ് പെയർ കേബിളിനെ TP, ക്യാപിറ്റൽ T ക്യാപിറ്റൽ P എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. അതിൽ തന്നെ 2 വെറൈറ്റീസ് ഉണ്ട്, UTP ആൻഡ് STP. UTP എന്ന് പറഞ്ഞാൽ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും STP എന്ന് പറഞ്ഞാൽ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആർ ദെയർ. ഇപ്പോൾ നമുക്കത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ദ മോസ്റ്റ് കോമൺ ട്വിസ്റ്റഡ് പെയർ കേബിൾ യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഈസ് UTP. UTP കേബിൾസ് ആണ് ഏറ്റവും കോമൺ ആയിട്ടും കോസ്റ്റ് വളരെ കുറവായിട്ടുമുള്ള ട്വിസ്റ്റഡ് പെയർ കേബിൾ. അതിനെ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നാണ് വിളിക്കുന്നത്. IBM has also produced a version of twisted pair cable for its use called shielded twisted pair. മറ്റൊരു ഫോമിലുള്ള ട്വിസ്റ്റഡ് പെയർ ആണ് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ഓർ STP. അത് IBM ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അൺഷീൽഡഡും ഷീൽഡഡും തമ്മിലുള്ള മെയിൻ വ്യത്യാസം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഡയഗ്രാം നിങ്ങളെ കാണിക്കുകയാണ്. സൂക്ഷിച്ച് ആ ഡയഗ്രത്തിലേക്ക് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് UTP കേബിളാണ്. UTP എന്ന് പറഞ്ഞാൽ അൺഷീൽഡഡ്. നിങ്ങൾ നോക്കിയേ, റോസ് കളറിലെയും ഗ്രേ കളറിലെയും 2 കേബിൾസ് ആണ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ്. പെയറാണ്, പെയർ എന്ന് പറഞ്ഞാൽ 2 പേര്. ഇനി അതിനെ ചുറ്റി ഒരു പ്ലാസ്റ്റിക് കവർ നിങ്ങൾക്ക് കാണാൻ നോക്കും. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിക് കവറും ഉണ്ട്, ഈ ട്വിസ്റ്റഡ് പെയറും ഉണ്ട്. നേരെ മറിച്ച് വലത്ത് വശത്തെ ഡയഗ്രം ഒന്ന് നോക്കിയാൽ STP കേബിളാണ് കാണിച്ചിരിക്കുന്നത്. അവിടെയും ഈ പറഞ്ഞ കണക്ക് ട്വിസ്റ്റഡ് പെയർ ഉണ്ട്. ട്വിസ്റ്റഡ് പെയറിനെ ആദ്യം കവർ ചെയ്യുന്നത് ഒരു മെറ്റാലിക് ഷീൽഡാണ്. കണ്ടോ, ഒരു മെറ്റാലിക് ഷീൽഡ് ഗ്രേ കളറിൽ കാണിച്ചിരിക്കുന്നത്. ആ മെറ്റാലിക് ഷീൽഡിൻ്റെ പുറത്താണ് പ്ലാസ്റ്റിക് കവർ കാണുന്നത്. അപ്പം മെറ്റാലിക് ഷീൽഡ് എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷനാണ്. എന്തിനാണ് ഈ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ഈ ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ ഇൻ്റർഫിയറൻസ് ഈ പറയുന്ന ഒന്നാമത്തെ UTP കേബിളിൽ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുമെങ്കിൽ, അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിൽ അഫക്റ്റ് ചെയ്യുമെങ്കിൽ, ഷീൽഡഡ് അഥവാ STP കേബിളിൽ ഈ മെറ്റാലിക്കിൻ്റെ ആ ഒരു ഷീൽഡ് ഈ പറയുന്ന ഇൻ്റർഫിയറൻസിനെ തടഞ്ഞു നിർത്തും. അപ്പോൾ തീർച്ചയായിട്ടും വലത്തുവശത്ത് കാണിച്ചിരിക്കുന്ന ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിന് കോസ്റ്റ് കൂടും. കാരണം മെറ്റാലിക് കവറിങ്ങും കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്താണ് എന്തുള്ളത്, പ്ലാസ്റ്റിക് കവർ ഉള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ UTPയും STPയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UTP വലിയ ഇലക്ട്രിക്കൽ ഇൻ്റർഫിയറൻസ് ഇല്ലാത്ത ഒരു റൂമാണെങ്കിൽ അവിടെ എടുത്ത് ഉപയോഗിക്കും. കാരണം കോസ്റ്റും കുറവാണ്, നമുക്ക് എളുപ്പത്തിൽ പിന്നെ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കാം. നമ്മുടെ ലാബിലൊക്കെ UTP കേബിൾസ് ഉപയോഗിച്ചാൽ മതി. ചെറിയ ദൂരത്താണ് കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഇരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ആ കേബിൾ എടുത്തിട്ട് അതൊന്ന് മുറിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 1/2 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എവിടെയെങ്കിലും പുറത്ത് എഴുതിയിട്ടുണ്ട് UTP കേബിൾസ് എന്നുള്ളത്. ഓക്കെ, UTP കേബിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്ലാസ്റ്റിക്കിനകത്ത് എഴുതിയിട്ടുണ്ട് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. പൊളിച്ച് നോക്കുവാണെങ്കിൽ ഷീൽഡിങ് ഇല്ലാതെ പെയേഴ്സിനെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, എന്നാൽ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എടുക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെറ്റാലിക് കോട്ടിങ് നിങ്ങൾക്ക് കാണാൻ വെക്കും. STP കേബിൾസ് ഹാസ് എ മെറ്റൽ ഫോയിൽ ഓർ ബ്രെയ്ഡഡ് മെഷ് കവറിംഗ് ദാറ്റ് എൻകേസസ് ഈച്ച് പെയർ ഓഫ് ഇൻസുലേറ്റഡ് കണ്ടക്ടർ. ഓരോ പെയറിനെയും ചുറ്റിക്കൊണ്ട് ഒരു മെറ്റാലിക് ഷീൽഡ്, ഒരു മെറ്റാലിക് ഫോയിൽ, ബ്രെയ്ഡഡ് എന്ന് പറഞ്ഞാൽ ഒരു വല നെയ്യുന്ന കണക്ക് ഒരു നെറ്റിൻ്റെ രൂപത്തിൽ, അതിനാണ് ബ്രെയ്ഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഒരു വല രൂപത്തിലുള്ള ഒരു കവറിങ് അതിന് ഷീൽഡായിട്ടുള്ളത്. അതിൻ്റെ പുറത്താണ് പ്ലാസ്റ്റിക് വരുന്നത്. ഓക്കെ, ഓൾദോ മെറ്റൽ കേസിംഗ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി by preventing the penetration of noise or crosstalk, it is bulkier and more expensive. അപ്പോൾ STP കേബിളിൻ്റെ ഗുണം എന്താ? ക്രോസ് ടോക്കും ഇലക്ട്രിക്കൽ ഇൻ്റർഫിയറൻസും കുറയ്ക്കും. പക്ഷേ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ? ബൾക്കി ആവും. ഒരു റൂമിനകത്ത് കൊണ്ടുവരുന്ന STP കേബിള് ടോട്ടലിൽ അതിൻ്റെ ഭാരം കൂടുതലായിരിക്കും. ഓക്കെ, ബൾക്കിയർ ആയിരിക്കും അത്. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ടേബിളാണ്. ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രമാണ്, ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി. ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഞാൻ നോട്ട്സിലും തരുന്നുണ്ട്. ഇതിനകത്ത് പലതരം കേബിൾസിൻ്റെ പേരും ആ എവിടൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ഡാറ്റ റേറ്റ്, എന്തുമാത്രം സ്പീഡാണ് ഈ പറയുന്ന കേബിളിനകത്തൂടെ ഡാറ്റ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്നത്, ഓക്കെ, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർ ഇതൊന്ന് നോക്കുക. ഓക്കെ,
ദാറ്റ്സ് ഓൾ.